يا حامل القرآن قد خصك الرحمن بالفضل والتيجان. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين وصلى الله وسلم وبارك على رسوله الأمين وعلى آله وصحابه المتبعين صلاة وسلاما دائمين متلازمين في كل وقت وحين. جوهرة التوحيد سبق نمبر 2. بسم الله الرحمن الرحيم. الحمد لله على صلاته ثم سلام الله مع صلاته على النبي جاء بالتوحيد وقد خلى الدين عن التوحيد. ഇവിടെ മുസന്നിഫ് റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ കിതാബ് ജൗഹറത്ത് തൗഹീദ് എന്ന കിതാബ് തുടങ്ങിയത് ബിസ്മിയും ഹംദും കൊണ്ടാണ്. അത് പരിശുദ്ധ ഖുർആൻ ഷരീഫിനോട് ഇഖ്തിദാ ചെയ്തിട്ടാണ്. ഖുർആൻ ഷരീഫിൻ്റെ തർത്തീബ് അങ്ങനെയല്ലേ? നാം കാണുന്ന ഖുർആൻ ഷരീഫിൻ്റെ ഒന്നാമത്തെ സൂറത്തിൽ ഫാത്തിഹ സൂറത്തിലെ തുടക്കം ആദ്യം ബിസ്മിയും പിന്നെ ഹംദുമാണ്. അപ്പോൾ അതിനോട് താബിയായിട്ടാണ്, അതിനോട് ഇഖ്തിദാ ചെയ്തിട്ടാണ് ബഹുമാനപ്പെട്ട മുസന്നിഫ് റഹ്മത്തുള്ളാഹി അലൈഹി ഇവിടെ തൻ്റെ കിതാബിനെയും ബിസ്മിയും ഹംദും കൊണ്ടു തുടങ്ങിയത്. അതുമാത്രമല്ല, ഏതൊരു നല്ല കാര്യവും ബിസ്മിയും ഹംദും കൊണ്ട് തുടങ്ങിയിട്ടില്ലെങ്കിൽ അത് ഖൈറും ബറക്കത്ത് കുറഞ്ഞതാണെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. കുല്ലു അംറിൻ ദീബാലിൻ ലാ യുബ്ദഉ ഫീഹി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഫഹുവ അബ്തർ. ഏതൊരു നല്ല കാര്യവും അതിൽ ബിസ്മി കൊണ്ട് തുടങ്ങപ്പെട്ടിട്ടില്ലെങ്കിൽ ആ കാര്യം ബറക്കത്ത് കുറഞ്ഞതാണ്. അതേപോലത്തെ ഹദീസാണ് ഹംദിനെക്കുറിച്ചും പറഞ്ഞത്. ഹംദ് കൊണ്ട് തുടങ്ങാത്ത ഏതൊരു നല്ല കാര്യവും ബറക്കത്ത് കുറഞ്ഞതാണ്. അപ്പം അതുകൊണ്ടാണ് ഇവിടെ മുസന്നിഫ് റഹ്മത്തുള്ളാഹി അലൈഹി ബിസ്മിയും ഹംദും കൊണ്ട് തുടങ്ങിയത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹി, അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് ബറക്കത്തെടുത്ത നിലക്ക് ഞാൻ ഈ കിതാബ് തുടങ്ങുന്നു. അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ പേരുകൊണ്ട് സഹായം ചോദിച്ചവനായ നിലയിൽ ഈ കിതാബ് ഞാൻ തുടങ്ങുന്നു. അർ റഹ്മാനിർ റഹീം. ഏതല്ലാഹുവാണ്? അള്ളാഹുവിനിക്ക് സിഫത്താണ് ഇവിടെ പറയുന്നത്. അർ റഹ്മാനിർ റഹീം. അർ റഹ്മാനി, ദുനിയാവിൽ വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഗുണം ചെയ്യുന്നവനായ അള്ളാഹു. അർ റഹീം, ദുനിയാവിൽ വഴിപ്പെട്ടവർക്ക് മാത്രം നാളെ ആഖിറത്തിൽ പ്രത്യേകമായി ഗുണം ചെയ്യുന്നവനായ. റഹ്മാനും റഹീം ഈ രണ്ടും റഹ്മത്ത് എന്നതിൽ നിന്ന് പിടിച്ചെടുത്തതാണ്. അതിൻ്റെ അർത്ഥം ഗുണം ചെയ്യുന്നവൻ. അപ്പോൾ റഹ്മാൻ എന്നതിൽ അലിഫും നൂനും അധികമുള്ളത് കൊണ്ട് അർത്ഥവും അതുപോലെ തന്നെയാണ്, അധികമാണ്. വിശാലതയുള്ള, കുറച്ചും കൂടുതൽ വിശാലതയുള്ള അർത്ഥമാണ്. വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ദുനിയാവിൽ ഗുണം ചെയ്യുന്നവൻ എന്നർത്ഥമാണ് റഹ്മാൻ. റഹീമിൻ്റെത് അത്ര വിശാലമുള്ള അർത്ഥമല്ല. വഴിപ്പെട്ടവർക്ക് മാത്രം നാളെ ആഖിറത്തിൽ ഗുണം ചെയ്യുന്നവൻ. അത് ലഫ്ള്, ആ പദത്തിൽ അലിഫും നൂനും അധികമുള്ളത് കൊണ്ട് അതിനൊക്കെ അർത്ഥവും അധികമുണ്ട്. അൽഹംദുലില്ലാഹി അലാ സ്വീലാത്തിഹി.
അൽഹംദു സർവസ്തുതിയും ലില്ലാഹി അല്ലാഹുവിനാണ്. സർവസ്തുതിയും എന്ന് പറഞ്ഞാൽ സ്തുതിയുടെ 4 കിസ്മുകളുണ്ട്. അള്ളാഹുവിനെ തന്നെ സ്തുതിക്കുക, അള്ളാഹു സൃഷ്ടികളെ സ്തുതിക്കുക, സൃഷ്ടി അള്ളാഹുവിനെ സ്തുതിക്കുക, സൃഷ്ടികളെ സ്തുതിക്കുക. ഈ 4 കിസ്മുകളുമാണ്. ഇതിൻ്റെ യഥാർത്ഥത്തിൽ മർജയിലെ അതിൻ്റെ മടക്കം അള്ളാഹുവിനാണ്. ഹംദ് എന്ന് പറഞ്ഞാൽ നാവുകൊണ്ട്, ലുഗത്തർത്ഥം നാവുകൊണ്ട് സനാ ചെയ്യുകയാണ്. കലാമ കൊണ്ട് സ്തുതിക്കുന്നതിനേക്കാണ്, പുകഴ്ത്തുന്നതിനേക്കാണ് ഹംദ് എന്ന് പറയുന്നത് ലുഗത്ത്. എന്നാൽ ഇസ്തിലാഹിൽ അങ്ങനെയല്ല. അള്ളാഹുവിനെ തഅലീമാക്കുന്ന പ്രവർത്തിക്കാണ് ഇസ്തിലാഹിൽ ഹംദ് എന്ന് പറയുന്നത്. അത് ഖൗലായാലും ഫിഅലായാലും അതുപോലെ അള്ളാഹു കൊണ്ടുള്ള അമലായാലും ഏതാണെങ്കിലും അതിനൊക്കെ ഹംദ് എന്ന് പറയുന്നു. അലാ സ്വലാത്തിഹി, അള്ളാഹു ചെയ്ത അനുഗ്രഹത്തിന് വേണ്ടി. എന്തിനാണ് സ്തുതിക്കുന്നത്? അള്ളാഹു ചെയ്ത അനുഗ്രഹത്തിൻ്റെ പേരിൽ, അനുഗ്രഹത്തിന് വേണ്ടി. സ്വലാത്ത് എന്നത് സ്വലത്തിൻ്റെ ജമ്മാണ്. അതായത് ലി അജ്ലി സ്വലാത്തിഹി, സ്വലത്ത്. അതിൻ്റെ അർത്ഥം അത്വയ്യത്ത് അല്ലെങ്കിൽ ഇഅ്താ, അള്ളാഹു അനുഗ്രഹം നൽകിയതിന് വേണ്ടി. അള്ളാഹുവിനാണ് സർവസ്തുതിയും. ഇവിടെ സാധാരണയിൽ നാം കാണുന്നത് പോലെ അള്ളാഹുവിനാണ് സ്തുതി എന്ന് പറഞ്ഞത് മാത്രമല്ല, പകരം ഒരു നിഅമത്തിൻ്റെ മുഖാബലയിലാണ് ഇവിടെ മുസന്നിഫ് റഹ്മത്തുള്ളാഹി അലൈഹി ഹംദ് പറഞ്ഞത്. അനുഗ്രഹം ചെയ്തതിന് വേണ്ടി അള്ളാഹുവിന് ഹംദ് എന്നല്ലാതെ മൊത്തത്തിൽ ഹംദ് ചൊല്ലിയതല്ല. അതെന്തിനാണ് അങ്ങനെ പറഞ്ഞത്? അത് വാജിബിൻ്റെ സവാബ് കിട്ടാനാണ്. മുത്ലഖായിട്ട് അള്ളാഹുവിന് സ്തുതി എന്ന് പറഞ്ഞാൽ അവിടെ വാജിബിൻ്റെ പ്രതിഫലം ലഭിക്കുകയില്ല. നേരെ മറിച്ച് മുഖയ്യദായ അള്ളാഹു അനുഗ്രഹം ചെയ്തതിന് വേണ്ടി അള്ളാഹുവിന് സർവസ്തുതി എന്ന് ഒരു നിഅമത്തിൻ്റെ മുഖാബലയിൽ ഹംദ് ചൊല്ലിയാൽ ആ ഹംദിനിക്ക് വാജിബിൻ്റെ സവാബുണ്ട്. ആ വാജിബിൻ്റെ സവാബ് ലഭിക്കാനാണ് മുസന്നിഫ് റഹ്മത്തുള്ളാഹി അലൈഹി ഇവിടെ അലാ സ്വലാത്തിഹി എന്ന് കൂട്ടിച്ചേർത്തത്. സുമ്മ സലാമുല്ലാഹി മഅ സ്വലാത്തിഹി, സുമ്മ പിന്നെ സലാമുല്ലാഹി അള്ളാഹുവിൻ്റെ രക്ഷ ഉണ്ടാവട്ടെ. സലാമിനിക്ക് രക്ഷ എന്നർത്ഥമാണ്, അല്ലെങ്കിൽ തഹിയ്യത്ത് എന്ന അർത്ഥവും പറയാം. അള്ളാഹുവിൻ്റെ കാണിക്ക തഹിയ്യത്ത്, അത് മഅ സ്വലാത്തിഹി അള്ളാഹുവിൻ്റെ സ്വലാത്തോടുകൂടി. സ്വലാത്ത് എന്ന് പറഞ്ഞാൽ റഹ്മത്ത്, ഗുണം. അള്ളാഹുവിൻ്റെ ഗുണവും അള്ളാഹുവിൻ്റെ രക്ഷയും ഉണ്ടാവട്ടെ. ഇവിടെ സലാമിനെയാണ് മുന്തിച്ചത്, സ്വലാത്തിനെ പിന്തിച്ചു. യഥാർത്ഥത്തിൽ സ്വലാത്തിനെയാണ് മുന്തിക്കേണ്ടത്. സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ, അവിടെ സ്വലാത്തിനെയല്ലേ മുന്തിച്ചത്. നിങ്ങൾ സ്വലാത്ത് ചൊല്ലുക, സലാമും ചൊല്ലുക. അത് നോക്കുമ്പോൾ സ്വലാത്തിനെയാണ് ആദ്യം മുന്തിക്കേണ്ടത്, പിന്നെയാണ് സലാം പറയേണ്ടത്. ഇവിടെ മുസന്നിഫ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് ആദ്യം സലാമിനെയാണ്, പിന്നെ സ്വലാത്ത്. അത്
സലാമിന് ശേഷം സ്വലാത്ത് പറയുമ്പോൾ മഅ എന്ന പദത്തിനെയാണ് ചേർത്തത്, സ്വലാത്തോടുകൂടി. അങ്ങനെ മഅനെ ചേർക്കുമ്പോൾ അവിടെ യഥാർത്ഥത്തിൽ കാണുമ്പോൾ സ്വലാത്ത് പിന്തിയെങ്കിലും യഥാർത്ഥത്തിൽ സ്വലാത്തിൻ്റെ സ്ഥാനം മുന്തിയിട്ടുണ്ട്. കാണുമ്പോൾ പിന്തിയിട്ടുണ്ടാകും, പക്ഷേ സ്വലാത്തിൻ്റെ സ്ഥാനം മുന്തിയിട്ടുണ്ട് എന്ന് അറിയിക്കുന്നു. കാരണം ഒരു ഉദാഹരണം, അമീർ വന്നു സുൽത്താൻ്റെ കൂടെ എന്ന് പറഞ്ഞാൽ, അപ്പോൾ സുൽത്താൻ്റെ കൂടെ എന്ന് പറയുമ്പോൾ സുൽത്താനാണ് സ്ഥാനമുള്ളത്, സുൽത്താൻ്റെ കൂടെയാണ് അമീർ വന്നത്. അപ്പോൾ ശേഷം സുൽത്താനെ പറഞ്ഞെങ്കിലും മഅ എന്ന പദം അതിനോട് ചേർത്ത് വെക്കുമ്പോൾ അവിടെ പിന്നീട് പറഞ്ഞതാണെങ്കിലും അതിനിക്ക് മുമ്പ് പറഞ്ഞതിൻ്റെ സ്ഥാനമുണ്ട് എന്നറിയിക്കുന്നു. അലൻ നബിയ്യി ജാ ബിത്തൗഹീദി വഖദ് ഖലദ്ദീനു അനിത്തൗഹീദി. നേരത്തെ പറഞ്ഞ സ്വലാത്തും സലാമും അത് ഉണ്ടാവട്ടെ അലൻ നബിയ്യി, നബിയുടെ മേൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി എന്ന് പറഞ്ഞാൽ ഇൻസാനുൻ ദക്കറുൻ ഹുറുൻ ഊഹിയ ഇലൈഹി ബിശറഇൻ യഅമലു ബിഹി. ഒരു നിയമവുമായി, അതുകൊണ്ട് അമല് ചെയ്യാൻ ഒരു നിയമവുമായി, ഒരു ശറഉമായി വഹി നൽകപ്പെട്ട സ്വതന്ത്രനായ പുരുഷനായ ഒരു മനുഷ്യനാണ് നബി. വഇല്ലം യുഅ്മർ ബിതബ്ലീഗിഹി, ആ ശറഇനെ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണമെന്ന കൽപ്പന ഇല്ലെങ്കിലും, മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണമെന്ന കൽപ്പന ഇല്ലെങ്കിലും ഒരു ശറഉമായിട്ട് വഹി എത്തിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരാണ് നബി. അപ്പോൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണമെന്ന കൽപ്പനയും കൂടെ ഉണ്ടെങ്കിൽ, അതും കൂടി ഉണ്ടെങ്കിൽ അവിടെ റസൂലും കൂടി ആകുന്നുണ്ട്. നബി ഏതായാലും നബിയാണ്, കാരണം വഹി എത്തിക്കപ്പെട്ടിട്ടുണ്ട്. അത് മറ്റുള്ളവർക്ക് തബ്ലീഗ് എത്തിച്ചു കൊടുക്കണമെന്ന നിബന്ധനയും ഉണ്ടെങ്കിൽ, കൽപ്പനയും ഉണ്ടെങ്കിൽ അവിടെ റസൂലും കൂടിയാകുന്നുണ്ട്. ഏത് നബിയാണ്? ജാഅ ബിത്തൗഹീദി, തൗഹീദിൻ്റെ ഇൽമുമായി വന്ന നബി. തൗഹീദിൻ്റെ അർത്ഥം ശറഈയായ അർത്ഥമാണ് ഇവിടെ ഉദ്ദേശം. അതെന്താണ്? ഇൽമുൻ യഖ്തദിറു ബിഹി അലാ ഇസ്ബാത്തിൽ അഖാഇദി ദീനിയ്യ മുക്തസബുൻ മിൻ അദില്ലത്തിഹൽ യഖീനിയ്യ. ദീനിൻ്റെ യഖീനിയായ തെളിവിനാൽ, ദീനിയായ അഖായിദുകൾ യഖീനിയായ ലന്നിയായ തെളിവിൽ നിന്നല്ല, യഖീനിയായ ഉറപ്പായ തെളിവിൽ നിന്ന് പിടിച്ചെടുക്കപ്പെട്ട, സമ്പാദിച്ചെടുക്കപ്പെട്ട ദീനിയായ അഖായിദുകളെ സ്ഥിരപ്പെടുത്തുന്നതിൻ്റെ മേൽ സാധിക്കുന്ന ഇൽമിനിക്കാണ് തൗഹീദ് എന്ന് പറയുന്നത്. ആ തൗഹീദിൻ്റെ ഇൽമുമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നത്. അങ്ങനെ തൗഹീദിൻ്റെ ഇൽമുമായി വന്ന നബിയുടെ മേൽ സലാത്തും സലാമും ഉണ്ടാവട്ടെ. ഏത് സമയത്താണ് വന്നത്? വഖദ് ഖലദ്ദീനു അനിത്തൗഹീദി. അപ്പോൾ തൗഹീദിൽ നിന്ന്, തൗഹീദിനെ തൊട്ട് ദീന് തനിച്ചതായ സമയത്ത്, വഖദ് ഹാലിയാണ് ഇവിടെ. ആ സമയത്ത് ഖലദ്ദീനു, ദീന് തനിച്ചിരിക്കുന്നു, അനിത്തൗഹീദി, നേരത്തെ പറഞ്ഞ ശറഈയായ ആ തൗഹീദ്, തൗഹീദിൻ്റെ ഇൽമ് ഇല്ലാതെ, തൗഹീദിൻ്റെ ഇൽമിനെ തൊട്ട് തനിച്ചതായ ദീന് തനിച്ചതായ സമയത്താണ് ആ തൗഹീദിൻ്റെ ഇൽമുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നത്. ഇവിടെ നിർത്തുന്നു. ഇൻഷാ അല്ലാഹ് തുടരും.
വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹബിഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.